ഹലോ ഫ്രണ്ട്സ്, ജേണി വിത്ത് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലത്തെയും വൈകിട്ടത്തെയും കുറച്ച് അടുക്കള വിശേഷങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. രാവിലെ നേരത്തെ എണീറ്റു, 5 മണിയായപ്പോൾ എണീറ്റു. അരി കുക്കറിലിട്ടു. ചെറുപയർ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപ്പിട്ട് വേവിക്കാൻ വെച്ചു. തലേദിവസം വെള്ളത്തിലിട്ട കാരണം പിന്നെ കുക്കറിലിടണ്ട, ഡവറയിൽ വെള്ളമൊഴിച്ച് ഉപ്പിട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ ഒരു കഷ്ണം ചേന ഇരിക്കുന്നുണ്ടായിരുന്നു, അതെടുത്ത് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം പിള്ളേർ ചേന കഴിക്കില്ല, അപ്പോൾ അതുകൊണ്ട് അവർക്ക് മാത്രം ചെറുപയറും എടുത്ത് വെച്ചു. ചേന കുറച്ച് ദിവസമായി ഇരിക്കണു, അപ്പോൾ അതൊന്നും എടുത്ത് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കഴുകി വാരി കുക്കറിലിട്ട് ഉപ്പിട്ട് അത് വേവിക്കാൻ വെച്ചു. അത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് ചതച്ചെടുക്കാം. അപ്പോഴേക്കും കുക്കർ വിസിലടിച്ചു. കുക്കർ ഇറക്കി വെച്ചു. പിന്നെ ഉള്ളിയൊക്കെ ചതച്ച് കാച്ചാനായിട്ട് വെച്ചു. ആദ്യം ചെറുപയർ കാച്ചാനായിട്ട് ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകിട്ട് പിന്നെ വറ്റൽമുളക് കഴിഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ വേപ്പിൻ്റെ ഇല ഇട്ടു. വേപ്പിൻ്റെ ഇല ഇട്ട് അതൊന്ന് കടുക് പൊട്ടി വരുന്ന നേരം കൊണ്ട് നാളികേരം ചെരുകി വെച്ച നാളികേരം ഇട്ട്. നാളികേരം ഒന്ന് മൂത്ത് വന്നപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടു. ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് നന്നായി ഇളക്കി ഒരു ഇത് മാറുന്ന വരെ ഇളക്കി കഴിഞ്ഞപ്പോൾ ചെറുപയറിട്ട് അങ്ങനെ ചെറുപയർ ഒരു ഉലർത്ത് പോലെ വെച്ചു. പക്ഷെ ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറുപയർ ഉലർത്ത് ശരിയായി, റെഡിയായി. ചെറുപയർ ഉലർത്ത് കഴിഞ്ഞ് അത് മാറ്റി ചീഞ്ചട്ടി കഴുകി വൃത്തിയാക്കി. പിന്നെ അപ്പോഴേക്കും ചേന വെന്തു റെഡി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേന കാച്ചാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും മുളകും മൂപ്പിച്ച് അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ഉപ്പിട്ടു. പിന്നെ ആവശ്യത്തിന് മുളകിട്ട് അത് കാച്ചി വെച്ചു. അത് കഴിഞ്ഞ് കട്ടൻ ചായ വെച്ചു. കട്ടൻ ചായ ഇന്നലത്തെ പോലെ തിളയ്ക്കാണ്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടൻ ചായ തിളച്ച് അത് ഇറക്കി വെച്ചു. ചേന ഉപ്പേരി അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് ഇറക്കി വെച്ചു. കട്ടൻ ചായ ഇറക്കി വെച്ചു. അപ്പോഴേക്കും ചോറ് കുക്കർ തുറന്നിട്ടുണ്ടായിരുന്നു. കുക്കർ തുറന്ന് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് തിളപ്പിക്കാൻ വെച്ചു. കുക്കറിലായതുകൊണ്ട് കൊഴുപ്പുണ്ടാവും, അത് കാരണം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ച് ചോറ് ഊറ്റി വെച്ചു. കുടിക്കാനുള്ള വെള്ളം വെച്ചു. അങ്ങനെ കാലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകിട്ട് കട്ടൻ ചായ വെച്ചു. കാലത്ത് ഉപ്പേരി ചേന കൂട്ടാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് ചൂടാക്കി. പിന്നെ ചായയൊക്കെ വെച്ച് കഴിച്ചു. പിന്നെ മോള് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ സ്നാക്സ് മേടിച്ചു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പരിപ്പ് വടയും പഴംപൊരിയും മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ചായ കുടിച്ചു. ഞങ്ങൾ 3 പേരിരുന്ന് ചായയൊക്കെ കുടിച്ച് വൈകുന്നേരത്തെ ചോറ് ചൂടാക്കി. പിന്നെ ചോറൊക്കെ ചൂടാക്കി വെച്ച് പ്ലേറ്റിൽ ചോറിട്ട് കടുമാങ്ങ അച്ചാറുണ്ടായിരുന്നു. പിന്നെ കാലത്തത്തെ ചേന കൂട്ടാനായിരുന്നു. അതങ്ങനെ കഴിക്കൊന്നുമില്ല പിള്ളേർ, എന്നാലും പിന്നെ കുറച്ച് അവരൊരു പേരിന് ചേന കൂട്ടാൻ എടുത്തു. അങ്ങനെ ചോറുണ്ട്.